കഴിഞ്ഞ സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്നാണ് കെ ബി ഗണേഷ് കുമാർ അന്ന് വിളിച്ചത്. അതിനുശേഷം പ്രസംഗിച്ച പി സി ജോർജും സമാനമായ വിധത്തിൽ ആക്ഷേപം ചൊരിഞ്ഞു. നിയമസഭയിൽ ജോലി ചെയ്യുന്ന വനിതാ വാച്ച് ആൻഡ് വാർഡിനെ കുറിച്ച് വരെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസംഗം ഉണ്ടായിരുന്നു. അതിന്റെ പിറ്റേന്ന് നിയമസഭ ഉണ്ടായിരുന്നു. രണ്ടുപേരും മാപ്പ് പറയുകയാണ് ചെയ്തത്, രാജിവെച്ചില്ല. ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് അന്ന് കെ പി ഗണേഷ് കുമാറിനെയും പി സി ജോർജിനെയും പുറത്താകാതിരുന്നത്? നിങ്ങൾക്ക് ഇത്രയും വലിയ ധാർമ്മികത സ്ത്രീകളുടെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാർക്സിസ്റ്റുകാര് പോലും ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ലേഖകൻ പിടിക്കുന്ന ഈ കാര്യം മാർക്സിസ്റ്റുകാർ പോലും ഇന്ന് വരെ ചോദിച്ചിട്ടില്ലല്ലോ. അതെനിക്കറിയില്ല ചോദിക്കാത്തതെന്ന്. റിപ്പോർട്ടർ ചാനലിൽ എന്തു പറ്റി? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദല്ലാൽ പണി ചെയ്യേണ്ട ഗതികേട് റിപ്പോർട്ടർ ചാനൽ ഉണ്ടായോ? മത്സരിച്ചു എന്നുള്ള ഒരു ബാധ്യത ചോദിക്കുമ്പോൾ താങ്കൾ എന്നെ അധിക്ഷേപിക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ താങ്കൾ എന്നെ അധിക്ഷേപിക്കുകയാണ്. ഒരു കാര്യം താങ്കൾക്ക് അതിനൊരു ഉത്തരമില്ല എന്നുള്ളതാണ്. തരംതാണ് നടപടിയായി. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ലല്ലോ. പകരം താങ്കൾ എന്നെ അധിക്ഷേപിച്ചു. നിങ്ങൾ നടത്തുന്ന ഏറ്റവും തറപ്പണിയാണ്. താങ്കൾക്ക് എത്ര വേണമെങ്കിലും അധിക്ഷേപിക്കാം, പക്ഷെ ഉത്തരമാണ് വേണ്ടത്. ശ്രീ പി ടി തോമസ്, ഉത്തരമാണ് വേണ്ടത്. താങ്കൾക്ക് എത്ര വേണമെങ്കിലും അധിക്ഷേപിക്കാം. വി എസ് അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചിട്ട് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിച്ചല്ലോ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ധാർമ്മികത ഇപ്പോഴാണോ? 2017 വന്നേ? അന്ന് ഉമ്മൻചാണ്ടിക്ക് ധാർമ്മികത ഉണ്ടായിരുന്നില്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് ധാർമ്മികത ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസിന്റെ ഒരൊറ്റ നേതാവിന് ധാർമ്മികത ഉണ്ടായിരുന്നില്ലേ? അന്ന് ഒരു ധാർമ്മികതയും ഇന്ന് വേറൊരു ധാർമ്മികതയുമാണോ? ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ധാർമ്മിക രോഷം കൊള്ളണ്ട. നിങ്ങൾ അന്ന് പി സി ജോർജ് നിയമസഭയിലെ വനിതാ ഉദ്യോഗസ്ഥരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സത്യം മൂടി വെക്കേണ്ടവരല്ല. 2011 പി സി ജോർജ് നിയമസഭയിലെ വനിതാ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞിട്ട് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഒഴിവാക്കി കൊടുത്തോ? നിങ്ങൾക്ക് അന്ന് ധാർമ്മികത ഉണ്ടായിരുന്നോ? ഉണ്ടാകും. ഞാൻ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞോ? എം എം മണിയുടെ സ്ത്രീ വിരുദ്ധ പരാമർശം ഇതിൽ ഏതാണെന്ന് പറഞ്ഞോ? എം എം മണി എപ്പോഴാണ് വനിതാ തൊഴിലാളികളെ അധിക്ഷേപിച്ചതെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഞങ്ങളെ അധിക്ഷേപിച്ചു. ആയിക്കോട്ടെ, അത് കേരളം കണ്ടോട്ടെ, അത് കേരളം വിലയിരുത്തിക്കോട്ടെ. ശ്രീ പി ടി തോമസ്, താങ്കൾ ഞാൻ പറഞ്ഞ ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. താങ്കൾ എന്നെ അധിക്ഷേപിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷേ എം എം മണി എവിടെ എങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ? അങ്ങനെ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടോ? നിങ്ങളുടെ ഉദ്ദേശം വിഷയം മാറ്റാനായതുകൊണ്ട് എനിക്കതിനൊക്കെ ഉത്തരവുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം വിഷയം മാറ്റാനായതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയില്ല. താങ്കൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ധാർമ്മികതയുടെ അളവുകോൽ ഓരോ കാലത്തും ഓരോ തരത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ പി ടി തോമസ്, ധാർമ്മികതയുടെ അളവുകോൽ ഓരോ സമയത്ത് ഓരോന്നാകുന്നത് എന്തുകൊണ്ടാണ്? 2011 ഇല്ലാതിരുന്ന ധാർമ്മിക ബോധം 2017 എങ്ങനെ ഉണ്ടാകുന്നു? ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗമായിരുന്നില്ലേ കെ ബി ഗണേഷ് കുമാർ? ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗമായിരുന്നില്ലേ കെ ബി ഗണേഷ് കുമാർ? അദ്ദേഹം അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശം, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പരാമർശം 90 വയസ്സ് കഴിഞ്ഞ വി എസ് അച്യുതാനന്ദനെതിരെ നടത്തിയിട്ടും നിങ്ങൾ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിച്ചില്ലേ? അന്ന് ധാർമ്മിക ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി എന്റെ ക്യാബിനറ്റിൽ ഗണേഷ് കുമാർ വേണ്ടെന്ന് തീരുമാനിക്കണ്ടേ? ഇങ്ങനെ ഈ നാക്കുള്ള പി സി ജോർജ് ഈ സർക്കാരിന്റെ ചീഫ് വിപ്പായി തുടരണ്ടെന്ന് തീരുമാനിച്ചില്ലല്ലോ. അന്നില്ലാത്ത ധാർമ്മിക ബോധം നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ ധാർമ്മികത വ്യാജമായ ധാർമ്മികതയാണെന്നാണ് ശ്രീ പി ടി തോമസ്. നിങ്ങൾ വ്യാജമായ ധാർമ്മികതയിൽ അടയിരിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും. നിങ്ങൾ വ്യാജമായ ധാർമ്മികതയിൽ അടയിരിക്കുകയാണ് ശ്രീ പി ടി തോമസ്. നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുമായിരിക്കും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. കാരണം ഈ വീഡിയോ കേരളത്തിലെ സമൂഹത്തിന് മുൻപിലുണ്ട്. അതാരും എഡിറ്റ് ചെയ്തതല്ല, പൂർണ്ണ രൂപത്തിലുള്ളതാണ്. പൂർണ്ണ രൂപത്തിലുള്ള വീഡിയോ കേരളം കാണുകയാണ്. നിങ്ങളുടെ പ്രവർത്തകരടക്കം കോൺഗ്രസുകാരോട് ചോദിക്കണം, ഇവിടെ എവിടെ തൊഴിലാളി സ്ത്രീകളെ അധിക്ഷേപിച്ചുവെന്ന്. കോൺഗ്രസുകാരായ ആളുകൾ ഉത്തരം പറയട്ടെ. പി ടി തോമസ് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുന്നത്? എന്നെ വിളിച്ചാൽ മാന്യത ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞ് അവസാനം പറയണം. താങ്കൾ ഉത്തരം പറയുന്നില്ലല്ലോ. അഭിലാഷ് ആദ്യമായി തുടങ്ങുന്ന ഒരു പത്രപ്രവർത്തനമല്ലല്ലോ. താങ്കൾ ഉത്തരം പറയുന്നില്ലല്ലോ. അഭിലാഷ് എന്തിനാ വികാരം ഉണ്ടാകുന്നത്? താങ്കൾ ഉത്തരം പറയുന്നില്ലല്ലോ. എനിക്ക് വികാരത്തിന് ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഈ ചോദ്യത്തിനൊക്കെ മറുപടി പറയാം. ശരി,
എം മണി ശ്രീത്വത്തെ അപമാനിച്ചോ ഇല്ലയോ? എം മണി എം മണി ശ്രീത്വത്തെ അപമാനിച്ചോ ഇല്ലയോ? എന്നോട് ചോദിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇല്ല, അതാണ് എന്റെ അഭിപ്രായം. ആ ആ വളരെ സന്തോഷം. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശ്രമം. നിങ്ങൾ പരസ്യമായി കള്ളം പറയുന്നു എന്ന് പറയേണ്ടി കള്ളം പറയുന്നത് ആരാണെന്ന് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളട്ടെ സാർ. നിങ്ങൾ ആർക്കോ വേണ്ടി ചട്ടകമാവുകയാണ്. അല്ല, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളട്ടെ. ആണെന്ന് ഞാൻ എനിക്ക് പറയുന്നില്ല. പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ അതൊക്കെ ആർക്കോ ജനങ്ങൾ വേണ്ടി വിലയിരുത്തിക്കൊള്ളട്ടെ. ചട്ടകമാവുകയാണ്. റിപ്പോർട്ടർ ചാനലിന്റെ ഈ വില കുറഞ്ഞ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അല്ല, ഒരൊറ്റ ചോദ്യത്തിന് കൂടി ഉത്തരം പറയൂ. ഉമ്മൻചാണ്ടിക്ക് 2011 ധാർമ്മികത ഉണ്ടായിരുന്നില്ലേ? അന്ന് മന്ത്രിസഭാ അംഗമായിരുന്ന ഗണേഷ് കുമാർ ലൈംഗികമായ അധിക്ഷേപ പ്രസംഗം നടത്തിയല്ലോ പത്തനാപുരത്ത്. അതും 90 വയസ്സ് കഴിഞ്ഞ VS അച്യുതാനന്ദനെതിരെ. നിയമസഭയിലെ വനിതാ വാച്ചാൻ വാർഡിനെതിരെ PC ജോർജ് അധിക്ഷേപ പ്രസംഗം നടത്തിയല്ലോ. രണ്ടുപേരെയും സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചതെന്തേ? രണ്ടുപേരും മാപ്പ് പറഞ്ഞല്ലോ നിയമസഭയിൽ. റിപ്പോർട്ടർ ചാനലിന്റെ ദൗത്യം താങ്കൾ ഉത്തരം പറയുന്നില്ല ശ്രീ PT തോമസ്. രാഷ്ട്രീയ ദൗത്യം താങ്കളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ദൗത്യം. താങ്കളെ കൊണ്ട്